സ്നേഹം, ദിവ്യസ്നേഹം, സ്നേഹം, ദിവ്യസ്നേഹം. ലൂക്കോസിന്റെ സുവിശേഷം 21 അധ്യായം എടുക്കുക. 34 വാക്യം മുതൽ 38 വാക്യം വരെയും വായിക്കാം. നിങ്ങളുടെ ഹൃദയം അതിഭക്ഷണത്താലും മദ്യപാനത്താലും ഉപജീവന ചിന്തകളാലും ഭാരപ്പെട്ടിട്ട് ആ ദിവസം നിങ്ങൾക്ക് പെട്ടെന്ന് കെണി പോലെ വരാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവീൻ. അതു സർവഭൂതലത്തിലും വസിക്കുന്ന ഏവർക്കും വരും. ആകയാൽ ഈ സംഭവിപ്പാനുള്ള എല്ലാറ്റിനും ഒഴിഞ്ഞു പോകുവാനും മനുഷ്യപുത്രന്റെ മുൻപിൽ നിൽപ്പാനും നിങ്ങൾ പ്രാപ്തരാകേണ്ടതിന് സദാകാലവും ഉണർന്നും പ്രാർത്ഥിച്ചും കൊണ്ടിരിപ്പീൻ. അവൻ ദിവസേന പകൽ ദൈവാലയത്തിൽ ഉപദേശിച്ചു പോന്നു, രാത്രി ഒലിവുമലയിൽ പോയി പാർക്കും. ജനം എല്ലാം അവന്റെ വചനം കേൾക്കേണ്ടതിന് അതികാലത്ത് ദൈവാലയത്തിൽ അവന്റെ അടുക്കൽ ചെല്ലും. അവൻ എല്ലാ ദിവസവും പകൽ സമയത്ത് ദൈവാലയത്തിൽ ഉപദേശിച്ചു പോന്നിരുന്നു. രാത്രി ഒലിവുമലയിൽ പോയിട്ട് അവിടെ പാർക്കുമായിരുന്നു. എന്താണ് പറയുന്നത്? എല്ലാ ദിവസവും പകൽ സമയത്ത് പകൽ ദേവാലയത്തിൽ, രാത്രിയിൽ ഒലിവുമലയിൽ. പകൽ ദേവാലയത്തിൽ ഉപദേശിച്ചു, രാത്രി ഒലിവുമലയിൽ പോയി പ്രാർത്ഥിക്കുമായിരുന്നു. ഇതായിരുന്നു അവന്റെ ദിനചര്യ. നമ്മുടേതാണെങ്കിൽ ആഴ്ചയിൽ ഒരു പ്രാവശ്യം ദേവാലയത്തിൽ വന്നിട്ട് ഒരു 2 മണിക്കൂർ അവിടെ ഇരുന്ന് അതിനുശേഷമായിട്ട് പിന്നെ നമ്മുടെ ഇഷ്ടമാണ്. പിന്നെ തിങ്കളാഴ്ച മുതൽ ശനിയാഴ്ച വരെ നമ്മുടെ ഇഷ്ടം. സമയം കിട്ടുവാണെങ്കിൽ ഇടയ്ക്ക് 1 മണിക്കൂറോ അരമണിക്കൂറോ ഒന്ന് ആലയത്തിലേക്ക് വന്നിട്ട് പോകും കുറച്ചു പേർ. എന്നാൽ കർത്താവ് എങ്ങനെയാണെന്നാണ്? എല്ലാ ദിവസവും. അവന്റെ ഓഫീസ് എവിടെയാണ്? ദൈവാലയത്തിൽ. അവന്റെ വേല എന്താണെന്ന് ചോദിച്ചാൽ ദൈവവേല. അവന്റെ ഉദ്ദേശം എന്താണെന്ന് ചോദിച്ചാൽ തകർന്നവരെ ബലപ്പെടുത്തുക, വീണുകിടക്കുന്നവരെ എഴുന്നേൽപ്പിക്കുക, സ്വർഗരാജ്യത്തെക്കുറിച്ച് ഉപദേശിക്കുക, സ്വർഗത്തിലേക്ക് പോകുവാൻ അവരെ ഒരുക്കിയെടുക്കുക, രോഗികളായിരിക്കുന്ന ആളുകൾക്ക് സൗഖ്യം കൊടുക്കുക, വീണുകിടക്കുന്ന ആളുകളെ എഴുന്നേൽപ്പിക്കുക, നശിച്ചു പോകുന്നവരെ അന്വേഷിച്ച് രക്ഷിക്കുക. പിന്നെ രാത്രി മുഴുവൻ നാം ആണെങ്കിൽ കിടന്നുറങ്ങാനിടയാകും. അവൻ ഒലിവുമലയിലേക്ക് പോയി പകൽ ചെയ്തതായ ആ ശുശ്രൂഷയെ, പകൽ സംസാരിച്ച ആ വ്യക്തികളെക്കുറിച്ച് രാത്രി മുഴുവനും അവൻ പ്രാർത്ഥിക്കുമായിരുന്നു, പിതാവുമായി കൂട്ടായ്മ ആചരിക്കുമായിരുന്നു. ഇന്നുള്ള ക്രിസ്തീയ ലോകത്തിന് പ്രാർത്ഥനയുടെ പ്രാധാന്യം മനസ്സിലാകുന്നില്ല. നമ്മുടെ യേശുക്രിസ്തു എന്താണോ ചെയ്തത് അതാണ് നമ്മോട് പറഞ്ഞത്. നമ്മുടെ കർത്താവ് ചെയ്തതാണ് പറഞ്ഞത്, അല്ലാതെ അവൻ സ്വർഗത്തിൽ ഇരുന്നു കൊണ്ട് നിങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കുക എന്ന് അരുളി ചെയ്തില്ല. അവൻ ഭൂമിയിലേക്ക് ഇറങ്ങി വരുവാനിടയായി. ജഡശരീരത്തിൽ ആയിരുന്ന സമയത്ത് മനുഷ്യൻ എങ്ങനെ ജീവിക്കണമെന്നുള്ളത് അവൻ ജീവിച്ച് കാണിച്ചു. നമുക്കൊരു മോഡലായി. നമ്മുടെ മാതൃക ആരാണെന്ന് ചോദിച്ചാൽ യേശു കർത്താവാണ്. അവൻ എന്തായിരുന്നോ ചെയ്തത് അതും ഞാനും ചെയ്യേണ്ടതാകുന്നു. അവൻ ദൈവത്തിന്റെ ഉപദേശമനുസരിച്ചാണ് ജീവിച്ചത്. നാമും ഈ ദിവസം അങ്ങനെ അനുസരിക്കണം, പിന്തുടരേണ്ടതുണ്ട്. ഇന്നുള്ള ക്രിസ്ത്യാനികൾക്ക് നോക്കുകയാണെങ്കിൽ എല്ലാവിധമായ സൗകര്യങ്ങളുമുണ്ട്. വലിയ വലിയ ചർച്ചുകളുണ്ട്, അതുപോലെ മ്യൂസിക് സിസ്റ്റമുണ്ട്, ലൈറ്റ് സൗകര്യങ്ങളുണ്ട്, കസേരകളുണ്ട്, പാർക്കിംഗ് സ്ഥലങ്ങളുണ്ട്, അതുപോലെ ശവക്കല്ലറകളുണ്ട്. അങ്ങനെ നോക്കുകയാണെങ്കിൽ എല്ലാവിധമായ സൗകര്യങ്ങൾ ഉണ്ട്. ചോദിക്കട്ടെ, എത്ര ആളുകൾ എത്ര മണിക്കൂർ ഇരുന്ന് പ്രാർത്ഥിക്കാറുണ്ട്? ഓരോരോ സമയങ്ങളിൽ പ്രത്യേകമായ പ്രാർത്ഥനകൾ ചെയ്യുന്നത് നല്ലതാണ്. ഒരു 3 ദിവസത്തെ ഉപവാസ പ്രാർത്ഥന, 7 ദിവസത്തെ ഉപവാസ പ്രാർത്ഥന, 40 ദിവസത്തെ ഉപവാസ പ്രാർത്ഥന. എന്നാൽ ദൈവം പറയുന്നു നിങ്ങൾ ഇടവിടാതെ പ്രാർത്ഥിക്കുക എന്ന്. യേശു കർത്താവ് 40 ദിവസം പ്രാർത്ഥിച്ച് അവസാനിപ്പിച്ചില്ല. പകൽ മുഴുവൻ ഉപദേശിച്ചിട്ട് രാത്രി മുഴുവൻ പ്രാർത്ഥിക്കാനിടയായി. പ്രാർത്ഥന ഇഷ്ടപ്പെടുന്ന ആളുകൾ എത്ര പേരുണ്ട്? കൈ ഉയർത്താമോ? പ്രാർത്ഥിക്കുന്നതാണോ ഇഷ്ടം, പ്രാർത്ഥിപ്പിക്കുന്നതാണോ ഇഷ്ടം? ദൈവത്തിന് സ്തോത്രം.
പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ഏതു സമയത്തും ഏത് ആവശ്യത്തിനു വേണ്ടി പ്രാർത്ഥിക്കുവാൻ തയ്യാറായിരിക്കണം. എല്ലാ സ്ഥലങ്ങളിലും ഏതു സമയത്തും മുഴങ്കാൽ മടക്കി പ്രാർത്ഥിക്കുന്നത് സാധ്യമല്ല. എന്നാൽ ദൈവത്തോട് സംസാരിക്കുന്നതിനായി, ദൈവത്തോട് നിലവിളിക്കുന്നതിനായി ആശയോടെ ആയിരിക്കണം. എത്രയോ കാര്യങ്ങൾ നാം ദൈവത്തോട് പങ്കുവയ്ക്കേണ്ടതുണ്ട്. ദൈവത്തോട് നാം ചോദിക്കണം, ദൈവത്തിൽ നിന്ന് നാം പ്രാപിക്കണം. നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് പ്രാർത്ഥന. നമ്മുടെ കർത്താവ് അത് ചെയ്യുവാനിടയായി. പ്രത്യേകിച്ച് ഈ ദിവസങ്ങളിൽ പ്രാർത്ഥന വളരെ അത്യാവശ്യമാണ്. എന്തുകൊണ്ടെന്നാൽ ഇത് അന്ത്യദിനങ്ങളാണ്. കർത്താവിൻ്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്നു. ഇത് ഏത് കാലമാണെന്നറിയാമോ? അന്ത്യകാലം. മനുഷ്യർ പലപ്പോഴും കലികാലം എന്ന് പറയാറുണ്ട്. എന്നാൽ നമ്മെ സംബന്ധിച്ചത് സ്വർഗത്തിലേക്ക് പോകുന്ന കാലമാണ്. കർത്താവ് വരുവാനുള്ള സമയം ആഗതമായിരിക്കുന്നു. അവനുവേണ്ടി കാത്തിരിക്കുന്നവരെ അവൻ കൂട്ടിക്കൊണ്ടുപോകും. അതുകൊണ്ട് വളരെ വിപരീതമായ രീതിയിലാകുന്ന ഈ സമയം. ലോകത്തിന്റെ സാഹചര്യത്തെക്കാൾ ക്രിസ്തീയ സഭകളുടെ സാഹചര്യങ്ങൾ വളരെ പ്രതികൂലമായിരിക്കുന്നു. പരസ്പരം മത്സരിക്കുകയാണ്. ലോകക്കാർ എങ്ങനെയാണോ അതുപോലെയാണ് സഭയിലും. മത്സരിക്കുന്ന ആളുകൾ, വിമർശിക്കുന്നതായ ആളുകൾ, വ്യാഖ്യാനിക്കുന്നതായ ആളുകൾ, സഭയെക്കുറിച്ച്, പ്രസംഗകരെക്കുറിച്ച്, ദൈവദാസന്മാരെക്കുറിച്ച് ഓരോരുത്തർക്കും ഇഷ്ടമുള്ള രീതിയിൽ അവർ ചെയ്യുന്നു. അവർക്ക് ഇഷ്ടമുള്ളതുപോലെ തോന്നുന്ന രീതിയിലെല്ലാം സംസാരിച്ച്, ഒരു പണിയുമില്ലാത്ത ആളുകൾ ഇതെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ട് പിന്നെ എങ്ങനെയാണ് പ്രാർത്ഥിക്കാൻ കഴിയുന്നത്? പറയൂ. നാം ആയിരിക്കുന്നത് അന്ത്യകാലത്താണ്. അപവാദങ്ങൾ പറഞ്ഞുണ്ടാക്കുന്നതായ സമയം. അതുകൊണ്ടാണ് നാം ഈ അന്ത്യനാളുകളിൽ സാഹചര്യങ്ങൾ എങ്ങനെയാണുള്ളത്, മനുഷ്യർ എങ്ങനെയാണ് മാറിപ്പോകുന്നത്, അവരെയും ഇവരെയും ഒക്കെ നോക്കിയിട്ട് നാം എന്തിനാണ് നീതിയോടെ ആയിരിക്കുന്നത്? നമ്മൾ മാത്രം എന്തിനിങ്ങനെ കഷ്ടപ്പെടണം? നാം ബുദ്ധിമുട്ട് അനുഭവിക്കണം. മറ്റുള്ളവരുടെ മുമ്പിൽ ഒന്നുമില്ലാത്തവനെ പോലെ ജീവിക്കണം. നമ്മൾ മാത്രം എന്തുകൊണ്ട് ഇങ്ങനെ ഒരു കഴിവില്ലാത്തവനെ പോലെ ഇരിക്കുന്നു? നമ്മുടെ കഴിവ് കാണിച്ചു കൊടുക്കാം, നമ്മുടെ ബലം നമുക്ക് കാണിച്ചു കൊടുക്കാം, നമുക്കും അങ്ങനെ പ്രവർത്തിക്കാം എന്നുള്ള ചിന്ത വരാതെ ജാഗ്രതയോടെ ആയിരിക്കുക. 34 വാക്യം, നിങ്ങളുടെ ഹൃദയം അതിഭക്ഷണത്താലും മദ്യപാനത്താലും ഉപജീവന ചിന്തകളാലും ഭാരപ്പെട്ടിട്ട് ആ ദിവസം നിങ്ങൾക്ക് പെട്ടെന്ന് കെണി പോലെ വരാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവീൻ. നിങ്ങളുടെ ഹൃദയം അതിഭക്ഷണത്താലും. എന്തിനാണ് ഉപവാസം ഇരിക്കുന്നതെന്ന് ചോദിച്ചാൽ കുറച്ച് ഉണർന്നിരിക്കാൻ വേണ്ടിയാണ്. ആഹാരം കൂടുകയാണെങ്കിൽ ഉറക്കം വരുമോ ഇല്ലയോ? മയക്കം വരുമോ ഇല്ലയോ? നാം കഴിക്കണം. എത്രയും കഴിക്കണം. എത്ര വരെ? ചില ആളുകൾ വെറുതെ കിട്ടുകയാണെങ്കിൽ ഭക്ഷണം വാരി വലിച്ച് കഴിക്കും. വീട്ടിൽ വെച്ച് വിളമ്പി കഴിക്കത്തില്ല. കല്യാണത്തിന് പോവുകയാണ് എങ്കിൽ 2 ദിവസത്തേക്കുള്ള ഒരുമിച്ച് കഴിക്കുന്നത് കാണാം. ബാക്കി വരികയാണെങ്കിൽ ബാഗിൽ എടുത്തുകൊണ്ട് വരികയും ചെയ്യും. ആഹാരം. ആകയാൽ എന്തു തിന്നും, എന്തു കുടിക്കും, എന്തൊടുക്കും എന്നിങ്ങനെ നിങ്ങൾ വിചാരപ്പെടരുത്. അതിഭക്ഷണത്താലും മദ്യപാനത്താലും ഉപജീവന ചിന്തകളാലും ഭാരപ്പെട്ടിട്ട്. ചിലർ വളരെ ക്ഷീണിച്ചിരിക്കുന്നത് കാണാം. മണ്ണ് തിന്ന പാമ്പിനെ കൊട്ടാണെന്നാണ് ചിലർ പറയുന്നത്. ചെളിയിൽ കിടക്കുന്ന പാമ്പ് അതെപ്പോഴും അവിടെ തന്നെ കിടക്കും. അത് വിശക്കുന്ന സമയത്ത് അവിടെ കിടന്ന് ആ മണ്ണ് തന്നെയാണ് തിന്നുന്നത്. ആ ചെളിക്ക് നല്ല ഭാരമുണ്ട്, നിങ്ങൾക്കറിയാമോ? ആ മണ്ണ് അതിൻ്റെ വയറ്റിൽ ചെന്നാൽ പിന്നെ അത് ദഹിക്കുകയില്ല. അത് വയറ്റിൽ ചെല്ലുന്ന സമയത്ത് പാമ്പിന് എന്ത് സംഭവിക്കും? പിന്നെ അതിൻ്റെ ഭാരത്താൽ അത് അവിടെ തന്നെ കിടക്കും. നിങ്ങളതിനെ തല്ലിയാലും കൊന്നാലും എന്ത് ചെയ്താലും അത് അനങ്ങാതെ അവിടെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കിടക്കും. പെട്ടെന്ന് അതിനെ തല്ലിക്കൊല്ലുവാൻ കഴിയും. എന്താണ്? പിശാച് അതുപോലെ മനുഷ്യന് ആ ക്ഷീണം, ഉറക്കം കൊടുക്കുന്നു. അതുപോലെ ഉപജീവന ചിന്തകളാലും ഭാരപ്പെട്ടിട്ട്. ഉപജീവന ചിന്തകൾ എന്ന് പറഞ്ഞാൽ ലോക സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ. വീടിൻ്റെ വാടക കൊടുക്കണം, കറണ്ട് ബില്ല് അടയ്ക്കണം, ഫോൺ ബില്ല് അടയ്ക്കണം, വീട് വയ്ക്കാൻ സ്ഥലം വാങ്ങണം, രാവിലെ അങ്ങോട്ട് വരാൻ പറഞ്ഞിരിക്കുന്നു, അവിടേക്ക് പോകണം, ഇവിടേക്ക് പോകണം, അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം, നാളെ ജോലിക്ക് വേണ്ടി പോകണം, നാളെ ഫീസ് കൊടുക്കണം, ടാക്സിൻ്റെ ബില്ലടയ്ക്കണം. അങ്ങനെ എന്തെങ്കിലും ഓരോ പണി നമ്മുടെ ജീവിതത്തിൽ ദിനവും എല്ലാ ദിവസവും കാണും. ലോകത്തെ സംബന്ധിച്ച് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ, പണികൾ. ഐഹികമായ ചിന്തകൾ, വിചാരങ്ങൾ. അതിൽ പലതും ചെയ്യുവാനുള്ള കഴിവ് നമുക്കില്ല. നമുക്കതിന് ഉള്ള പണമില്ല. പണമില്ലാത്തവർക്ക് ഇത്രയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പണമുള്ളവരുടെ കാര്യം നമുക്ക് പറയണമോ? അത് എണ്ണിത്തിട്ടപ്പെടുത്താൻ പോലും കഴിയുകയില്ല. അത് എണ്ണിത്തിട്ടപ്പെടുത്തുന്നത് തന്നെ അതാണ് ഉപജീവനമായ ചിന്തകൾ. അതുകൊണ്ടാണ് വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ നാം ചിന്തിച്ചു കൊണ്ടിരിക്കരുത്.
ആവശ്യമില്ലാത്തതായ കാര്യങ്ങൾ. മാർത്തേ, മാർത്തേ, നീ പലതിനെച്ചൊല്ലി വിചാരപ്പെട്ടും മനം കലങ്ങിയും ഇരിക്കുന്നു. എന്നാൽ അല്പമേ വേണ്ടു, അല്ല ഒന്നു മതി. നിന്റെ മനസ്സ് ദൈവത്തിങ്കലായിരിക്കണം. ദൈവത്തിൽ ഏകാഗ്രതയോടുകൂടി ഇരിക്കുവാൻ കഴിയാതെ ദൈവസാന്നിധ്യം നഷ്ടപ്പെടുത്തി ദൈവമായുള്ള കൂട്ടായ്മ കളയുന്നതായ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രവൃത്തികളുണ്ടെങ്കിൽ, അങ്ങനെയുള്ള ജോലിയുണ്ടെങ്കിൽ, വ്യാപാരമുണ്ടെങ്കിൽ നാം എന്താണ് ചെയ്യേണ്ടത്? അതിനെ വിട്ടുകളയണം. എനിക്ക് പണിയുണ്ട്, പണിയുണ്ട്, പണിയുണ്ട്. എന്താണ് മീറ്റിങ്ങിന് കണ്ടില്ലല്ലോ? എനിക്ക് ജോലിയുണ്ടെന്നേ. ജോലിയുണ്ട് കേട്ടോ, ഒരുപാട് പണിയുണ്ട് കേട്ടോ. ജോലിക്ക് പോകുന്നവർ ഇങ്ങനെ പറയും. വീട്ടിലിരിക്കുന്നവർ എന്താണ് പറയുന്നത്? മക്കളുണ്ട് കേട്ടോ, മക്കൾ കാരണം ഒരുപാട് കഷ്ടപ്പാടാണ്, ഒരുപാട് ബുദ്ധിമുട്ടുണ്ട് കേട്ടോ ഈ കുഞ്ഞുങ്ങളെ കൊണ്ട്. മറ്റൊരു കൂട്ടർ വയസ്സായിരിക്കുന്നു, നടക്കാനൊന്നും വയ്യ കേട്ടോ. അങ്ങനെ എന്ത് വേണമെങ്കിലും പറയാം. എന്നാൽ മനസ്സുണ്ടെങ്കിൽ മാർഗമുണ്ട്. ദൈവത്തിന് പ്രാധാന്യം കൊടുക്കുക, നിന്റെ ജോലികൾ എളുപ്പമാകും. ഒന്നാമത് ദൈവത്തിന്റെ കാര്യങ്ങൾ, അതിനുശേഷം നിന്റെ കാര്യങ്ങൾ നോക്കൂ. മുന്നമേൽ അവന്റെ രാജ്യവും നീതിയും അന്വേഷിക്കുക, അപ്പോൾ ഇത് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുവാനിടയാകും. എഴുന്നേറ്റ് നിൽക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ചില നിമിഷങ്ങൾ നാം ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോകുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. വായു തുറന്ന് എല്ലാവരും ദൈവത്തോട് പ്രാർത്ഥിക്കുക. എല്ലാവരും കരങ്ങൾ ഉയർത്തിക്കൊണ്ട് എന്നോടൊപ്പം പ്രാർത്ഥനയിൽ ഏകീഭവിക്കുക. പരിശുദ്ധനായ സ്നേഹമുള്ള ഞങ്ങളുടെ പിതാവേ, ഒരിക്കൽ കൂടി നിന്റെ മക്കളെ നോക്കണമേ. ഈ പ്രാർത്ഥനയിൽ എത്ര വലിയ ശക്തിയുണ്ട്. പ്രാർത്ഥനയിൽ കൂടി എങ്ങനെയുള്ള സൗഖ്യം പ്രാപിക്കാൻ കഴിയും? മാനസികമായി, ശാരീരികമായിട്ട്, ആത്മീയമായി ഞങ്ങൾക്ക് ബലം പ്രാപിക്കുവാൻ കഴിയുമാറാകണമേ. ഇടവിടാതെ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നതായ ക്രിസ്തീയ ഭക്തി ഞങ്ങൾക്ക് നൽകണമേ. ചെറുകടിച്ചുയരുന്ന കഴുകനെ പോലെ ഉയരത്തിലേക്ക് പറക്കുന്നതായ ശക്തി ഞങ്ങൾക്ക് നൽകണമേ. ഈ ലോകം ഞങ്ങളെ ആകർഷിക്കുവാൻ പാടില്ല. ഈ ലോകത്തിന്റെ ശക്തികൾ ഞങ്ങളെ വീഴ്ത്തിക്കളയുവാൻ പാടില്ല. ലോകത്തിലെ ആളുകളുടെ വാക്കുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ ഒരിക്കലും നിരാശ സൃഷ്ടിക്കുവാൻ പാടില്ല. ദൈവമേ, നിന്റെ വചനത്തിൽ വിശ്വാസം അർപ്പിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. കടന്നു വന്നിരിക്കുന്ന എല്ലാ വ്യക്തികൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ബലഹീനരെ നീ ബലപ്പെടുത്തുമാറാകണമേ. വീണുകിടക്കുന്നവരെ എഴുന്നേൽപ്പിക്കുമാറാകണമേ. നിരാശപ്പെട്ടവരെ ആശ്വസിപ്പിക്കണമേ. മുറിവേറ്റവരുടെ മുറിവുകളെ നീ കെട്ടുമാറാകണമേ. നിന്റെ സ്നേഹത്താൽ, നിന്റെ ആശ്വാസത്താൽ, നിന്റെ അനുഗ്രഹത്താൽ ഞങ്ങളെ നിറയ്ക്കണമേ. നിന്റെ കൃപ തന്ന് ഞങ്ങളെ നടത്തണമെന്ന് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു പിതാവേ. ആമേൻ. നമ്മുടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ യേശുക്രിസ്തുവിന്റെ കൃപയും ആശ്വസിപ്പിച്ച് വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും സഹവാസവും കടന്നു വന്നിരിക്കുന്ന എല്ലാവരുടെ മേൽ ഇന്നു മുതൽ എന്നേക്കും കൂടെ ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. നിന്നെ നിന്നെ എന്നും ഞാൻ സേവിക്കും. നീ മാത്രം, നീ മാത്രം രാജാവെന്നും. നിന്നെ നിന്നെ എന്നും ഞാൻ സേവിക്കും. നീ മാത്രം, നീ മാത്രം രാജാവെന്നും. യേശുവേ, 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 യേശുവേ.